ഇന്ന് ഞാനിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ രാവിലെ പച്ചക്കറിക്കാർ വന്ന് കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നില്ല, കായ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ നല്ല വിലക്കുറവിൽ കായ കിട്ടി. മാർക്കറ്റിൽ ചെന്നാൽ നല്ല വിലയാണ്. അതുമല്ല, ഇവിടുത്തെ മാർക്കറ്റുകളിൽ എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വല്ലപ്പോഴുമൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഏത്തയ്ക്ക കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും കായ വരുമ്പം അത് വാങ്ങിച്ച് കറി വെക്കുക, മെഴുക്കുവരട്ടി വെക്കുക, തോരനൊക്കെ വെക്കുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് വാഴ കൃഷിയുണ്ട്, പക്ഷേ അത് ഞാലിപ്പൂവൻ്റെയാണ്, ചെറിയ കായ. അതുകൊണ്ട് നമ്മളങ്ങനെ അത് കറി വെക്കാനോ തോരൻ വെക്കാനോ ഒന്നും എടുക്കാറില്ല. ഇതുപോലെ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ വാങ്ങിച്ചും മാർക്കറ്റിൽ ചെല്ലുമ്പം കിട്ടുന്നൊക്കെയാണ് വാങ്ങിച്ച് കറി വെക്കുന്നത്. ഇത് നല്ല വിലക്കുറവിൽ കിട്ടി. എനിക്ക് 1 കിലോ 20 രൂപയ്ക്ക് കിട്ടി. മാർക്കറ്റിൽ പക്ഷേ ഇതിലും കൂടുതൽ വിലയാണ്. നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് വിലയ്ക്ക് അവർ തരും. അതുമല്ല, നല്ല ഫ്രഷായിട്ട് അവർ വീടുകളിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വരുന്നതായതുകൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ളത് അവർ കൊണ്ടുതരും. പിന്നെ അങ്ങനെ ഞാൻ ഈ 1 കിലോ കായ വാങ്ങിച്ചു, കറിക്കായ. ഇനി ഇതൊന്ന് ചെത്തി നല്ലവണ്ണം ഒന്ന് അതിൻ്റെ കറിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല എരിശ്ശേരി ഒന്ന് വെക്കണം. ഞാനിവിടെ തൊലി ഇതുപോലെ ചെത്തി കളഞ്ഞിട്ടാണ് ഇത് വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് അരി കഴുകിയ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ പെട്ടെന്ന് ഇടുമ്പോൾ പണ്ടൊക്കെ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ ഇതുപോലെ അരി കഴുകിയ വെള്ളത്തിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് അതിൻ്റെ കറ പോകുമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് അരി കഴുകിയ വെള്ളത്തിലേക്കാണ് ഇത് ചെത്തിയിട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് നമുക്ക് അരിഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. വലിയ ചാനലൊന്നുമല്ല, നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നുമല്ല, സാധാരണ രീതിയിൽ ആണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഈ വാഴയ്ക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. കായ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടത്തില്ല. അതുപോലെ ഗ്യാസിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ നല്ലവണ്ണമൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് അല്പം മഞ്ഞളും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കാതെ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. അധികം ലൂസായി പോയാൽ പിന്നെ ടേസ്റ്റ് പോകും. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വേവിച്ച് ഇതൊന്ന് ഉടച്ചെടുത്ത് പിന്നെ നമ്മുടെ അരപ്പ് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ജീരകം അത് ചേർത്ത് അരച്ച്, അതൊന്നും പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളികൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഈ അരപ്പിൻ്റെ കൂട്ടൊക്കെ. അതുകൊണ്ട് ഞാനത് അന്ന് അരച്ച് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ചേർത്തായതുകൊണ്ട് അത് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം കടുക് വറുത്തെടുത്താൽ മതി. നമ്മളുടെ കറി റെഡിയാകും. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നമ്മൾ കടുക് വറുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ കടുക് വറുക്കുന്നതിലാണ് അതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. സവാള ഉള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഞങ്ങൾക്കിവിടെ കിട്ടത്തില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ കിട്ടാത്തത് കൊണ്ട് സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തു. ഇനി അതൊന്ന് വഴന്ന് കഴിയുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ തീർച്ചയായിട്ടും ചേർത്തിരിക്കണം. പിന്നെ കറിവേപ്പില അത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ആ കറിയിലോട്ടൊഴിച്ച് കറി ഒന്ന് ഇളക്കിയാൽ മതി. നമ്മുടെ കറി റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ അറിയാൻ വയ്യാത്ത ഇപ്പോഴത്തെ തലമുറകൾക്കൊക്കെ അറിയത്തില്ലല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഓക്കേ.